വഹുവ അള്ളാഹു അൽ അസീസ് അൽ ഗഫൂർ. എന്താ വഹുവ അള്ളാഹു, അവൻ അൽ അസീസ്, അസീസാകുന്നു, അൽ ഗഫൂർ, ഗഫൂറുമാകുന്നു. അള്ളാഹു ഖദീർ എന്ന് പറഞ്ഞില്ലേ, എല്ലാത്തിനും കഴിവുറ്റവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദീർ മാത്രമല്ല, അള്ളാഹ് അസീസാണ്. അസീസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവനാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കുക? നോക്കി, ബിയദിഹിൽ മുൽക്ക് വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസ്. ഇതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിമഹാനാണ്, ഗാംഭീര്യമുള്ളവനാണ്, കരുത്തുറ്റവനാണ്, തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്ന അജയ്യനാണ്. ഇതോടൊപ്പം അള്ളാഹു ആരാണ്? അൽ ഗഫൂർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കും, പാപങ്ങൾ മായ്ക്കും, പാപികളെ സ്വീകരിക്കും. തെറ്റ് ചെയ്തവൻ ഖേദിച്ച് മടങ്ങിയാൽ മാപ്പരുളുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, പാപം പൊറുക്കുന്ന, പാപം കഴുകുന്ന അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമുക്ക് എന്തുണ്ടാണ്? അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമുക്ക് പേടി വേണം, ഖൗഫ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ അതേപോലെ നമുക്ക് എന്തും വേണം? റജാ, പ്രതീക്ഷയും വേണം. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരിക്കലും പേടി മാത്രം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയായാലും നമ്മൾ പരാജയപ്പെടും. പ്രതീക്ഷ മാത്രം ഉണ്ടാകാൻ പാടില്ല, അപ്പോഴും നമ്മൾ പരാജയപ്പെടും. പ്രതീക്ഷ മാത്രം ഉണ്ടായാലും എന്താ വിഷയം? അള്ളാഹു എല്ലാം പൊറുക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം മാപ്പാക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം, അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റിൽ കുളിക്കും. പേടി മാത്രമായിട്ടുണ്ടെങ്കിൽ അതാണ് ഖവാരിജികൾക്ക് സംഭവിച്ചത്, മുഅ്തസിലികൾക്ക് സംഭവിച്ചത്. അള്ളാഹിനെ കുറിച്ച് പറ്റെന്ത് ചെയ്തു? നിരാശ പടർത്തി. ഏത് തെറ്റ് ചെയ്തവനും ഇസ്ലാമിൽ നിന്ന് ഗെറ്റ് ഔട്ട്, ഏത് തെറ്റ് ചെയ്തവനെയും തല കൊയ്യണം, ഇങ്ങനെ വന്നു. കാരണം എന്താ? അള്ളാഹുവിനെ കുറിച്ച് പേടി മാത്രം, ഭീതി മാത്രം. മനസ്സിലല്ലേ? പാപമോചനത്തിൽ, പാപം പൊറുക്കുന്നതിൽ ഉള്ള ഒരു വിശ്വാസമേ നഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്തു? ഖവാരിജികളുണ്ടായി, മുഅ്തസിലികളുണ്ടായി. അവരാണ് വൻപാപം ചെയ്യുന്നവർക്ക് അവർ ഇസ്ലാമിൽ സ്ഥാനമല്ല എന്നുള്ള വിധി പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൻപാപം ചെയ്യുന്നവൻ അവൻ തൗബ ചെയ്താലും അള്ളാഹു എന്ത് ചെയ്യും? 100 പേരെ വധിച്ചവന് പുറത്ത മേലായ റബ്ബാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വാസിഉൽ മഗ്ഫിറത്താണ്, വിശാലമായി പാപം പൊറുക്കുന്നവനാണ്. അതേ സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല ശദീദുൽ ഇഖാബ്, കഠിനമായ ദണ്ഡനം, ശിക്ഷ ഉള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹിനെ കുറിച്ച് നമുക്ക് പേടിയും വേണം, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് പ്രതീക്ഷയും വേണം, അള്ളാഹുവെ നമ്മൾ അതിയായി സ്നേഹിക്കുകയും വേണം. അപ്പോൾ അതാണ് ആ ഒരു സമ്മിശ്ര വികാരം അള്ളാഹുവിനെ കുറിച്ച് അത് നമുക്ക് ഉണ്ടാകാനാണ് ഇത്തരത്തിലുള്ളതായ പ്രയോഗങ്ങൾ. വഹുവൽ അസീസ് അൽ ഗഫൂർ. അള്ളാഹു അസീസാണ്, അള്ളാഹു ഗഫൂറാണ്.